Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 7th lecture of Web Design and Production for Business and part 2 of Features of a Good Website. The features of a good website are: first one, appearance; second one, content; third one, usability; fourth one, maintain integrity and be professional; fifth one, search engine optimization; and the last one is contact information. In the part 1 lecture, we are discussing the appearance. First one, good use of color; second one, text that is easily read; third one, meaningful graphics; fourth one, quality photography; and the last one is simplicity, keep you target audience in mind. Then we will discuss the content. Short and organized copy, update your content regularly, and error-free copy. In this lecture, we are discussing the usability. The critical component of a successful website is its degree of usability. Your sites must be easy to navigate, read, and understand. Some key usability elements include the following. അതായത് ഒരു ഡിഗ്രി ഓഫ് യൂസബിലിറ്റി ഡിറ്റർമിൻ ചെയ്തുകൊണ്ടായിരിക്കും ഒരു വെബ്സൈറ്റ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. എപ്പോഴും ആ സൈറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം. ദി കീ യൂസബിലിറ്റി എലമെൻറ്റ്സ് ആർ: ഫസ്റ്റ് വൺ, സിംപ്ലിസിറ്റി; ദെൻ ഫാസ്റ്റ് ലോഡിംഗ് പേജസ്; മിനിമൽ സ്ക്രോൾ; കൺസിസ്റ്റൻറ്റ് ലേഔട്ട്; ഈസി നാവിഗേഷൻ; cross-platform or browser compatibility; mobile-ready version; screen resolution. First one, simplicity. The best way to keep visitors glued to your site is through valuable content, good organization and attractive design. Keep your site simple and well organized. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എപ്പോഴും സിമ്പിളായിട്ടായിരിക്കണം വെബ്സൈറ്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരിക്കണം യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഫാസ്റ്റ് ലോഡിംഗ് പേജസ്. A page should load in less than 20 seconds. Otherwise, you will lose more than half of your potential visitors. അതായത് നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമേജസ് ഒക്കെ ലോഡ് ചെയ്യുമ്പം ഒന്നിലധികം ഇമേജസ് ഒക്കെ ആവർത്തിച്ചൊന്നും ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എന്തായിരിക്കും, 20 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ആദ്യത്തെ ആ വെബ് പേജ് എന്ത് ചെയ്യണം, ലോഡ് ആവണം വിസിറ്റേഴ്സിന്. അഥവാ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേജസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ലോഡ് ആവത്തില്ല. അപ്പം ഈ പൊട്ടൻഷ്യൽ വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കയറുന്ന പൊട്ടൻഷ്യൽ വിസിറ്റേഴ്സ് ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റായി പോകുന്നു. അപ്പോഴേ എപ്പോഴും ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്ന പേജസ് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മിനിമൽ സ്ക്രോൾ. This is particularly important on the first page. Create links from the main page to read more about a particular topic. അതായത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് വെബ് പേജ്, ഒരു വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആണ് യൂസേഴ്സിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരാൾ ആ ഫസ്റ്റ് പേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പം കൂടുതൽ വാരി വലിച്ച് നമ്മൾ അതിൻ്റെ അകത്തൊന്നും ലോഡ് ചെയ്യാതെ കണ്ടൻസ് ഒന്നും കൊടുക്കാതെ എപ്പോഴും ലിങ്ക് കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്ക്രോൾ ബാർ അധികം യൂസ് ചെയ്യരുത് ഫസ്റ്റ് പേജിൽ. പർട്ടിക്കുലർ ആ ടോപ്പിക്കിൻ്റെ എന്താണ് ഹെഡിങ്സ് മാത്രം കൊടുത്ത് ലിങ്ക് കൊടുത്ത് ഫസ്റ്റ് പേജ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ദെൻ കൺസിസ്റ്റൻറ്റ് ലേഔട്ട്. സൈറ്റ് ലേഔട്ട് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ യൂസബിലിറ്റി. Use a consistent layout and repeat certain elements throughout the site. അതായത് ഒരു സൈറ്റിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. certain എലമെൻറ്റ്സ് ആ വെബ്സൈറ്റിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് നമ്മൾ ചില വെബ്സൈറ്റിനൊക്കെ കൊടുക്കുന്ന ഹെഡിങ്സ്, അതായത് ഹെഡർ ആൻഡ് ഫൂട്ടറൊക്കെ നമ്മൾ ഏത് പേജ് എടുത്താലും എന്താ അതിൽ തന്നെ കാണും. അതായത് certain എലമെൻറ്റ്സ് മാത്രം റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. Then easy navigation.
Place your menu items at the top of your site or on either side. Limit your menu items to less than 10 because your visitors are in a hurry and do not expect them to hunt your information. Visitors should be able to find the information they are looking for without hassle and frustration. എപ്പോഴും വിസിറ്റേഴ്സിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം കണ്ടൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പേജിൽ നമ്മൾ മെനു ഐറ്റംസ് കൊടുക്കുമ്പം 10 താഴെ കൊടുക്കാവൂ എന്ന് പറയുന്നു. അതായത് മെനു ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പ് ഓഫ് യുവർ സൈറ്റ്, നമ്മുടെ സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിരിക്കണം, അല്ലെങ്കിൽ ഏത് സൈഡിലോ ആയിരിക്കണം. പിന്നെന്താണ്, മെനു ഐറ്റംസ് ലെസ് ദാൻ 10 മാത്രം ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അതിന്ന് ലെഫ്റ്റ് ചെയ്യുന്നു. ദെൻ cross-platform or browser compatibility. Different browsers often have different rules for displaying content. Therefore, you should ensure that your site is compatible with the latest versions of popular internet browsers like Explorer, Firefox, Chrome and Safari. അതായത് നമ്മൾ ആദ്യത്തെയൊക്കെ ലെക്ചറുകളിൽ ബ്രൗസർ എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിന് എക്സാമ്പിളായിരുന്നു പറഞ്ഞത് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, ക്രോം, സഫാരി, ഇതുപോലുള്ള എക്സ്പ്ലോററുകൾ. പലതരത്തിലുള്ള എക്സ്പ്ലോററുകളിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ വേറെ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യണം എന്താണ്, പുതിയ പുതിയ വേർഷൻസിലെല്ലാം നമ്മുടെ വെബ്സൈറ്റ് കോമ്പാക്റ്റബിൾ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻഷുർ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ഓർ ബ്രൗസർ കോമ്പാക്റ്റിവിറ്റി. ഏത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താലും നമ്മുടെ വെബ്സൈറ്റ് എന്തായിരിക്കണം, ക്ലിയർ ആയിട്ട് അതിൽ കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ദെൻ മൊബൈൽ റെഡി വേർഷൻ. സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് ആർ ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ഫോർ വെബ് ബ്രൗസിംഗ് and the numbers are only going to grow as mobile devices become cheaper and more convenient. Hence your website should have a mobile ready version. അതായത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സ്മാർട്ട് ഫോൺസിലോ ടാബ്ലറ്റ്സിലോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ളതൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് സ്മാർട്ട് ഫോണിലും ആപ്ലിക്കബിൾ ആണോ എന്ന് എൻഷുർ ചെയ്തിരിക്കണം. അതായത് മൊബൈൽ ഫോൺസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം മോർ കൺവീനിയൻറ്റ് ടു മൊബൈൽ ഡിവൈസസ് ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. Then the last one is screen resolution. Screen resolution for the typical computer monitor continues to increase. Today, the average web surfer uses a resolution of 1024 into 768 pixels. However, you should make sure that the site looks good and work nicely for other resolutions. അതായത് ഇപ്പം നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ മോണിറ്ററിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പം 1024 into 768 പിക്സൽസ് ആണ്. എന്നാൽ നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ എൻഷുർ ചെയ്തിരിക്കണം നമ്മുടെ സൈറ്റ് എല്ലാ റെസൊല്യൂഷൻസിലും ആപ്ലിക്കബിൾ ആണോ, അത് സൈറ്റ് ഗുഡ് ആണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് വെബ്സൈറ്റ് ആയിരുന്നു. അതിൽ അപ്പിയറൻസ്, കണ്ടൻറ്റ്, യൂസബിലിറ്റി, ഈ 3 ടോപ്പിക്സ് ആയിരുന്നു ഇത്ര നേരമായിട്ട് കവർ ചെയ്തത്. അതിൽ അപ്പിയറൻസിൽ നോക്കിയത് ഗുഡ് യൂസ് ഓഫ് കളർ, ടെക്സ്റ്റ് ദാറ്റ് ഈസ് ഈസിലി റീഡ്, മീനിങ്ഫുൾ ഗ്രാഫിക്സ്, ക്വാളിറ്റി ഫോട്ടോഗ്രാഫി, സിംപ്ലിസിറ്റി, കീപ്പ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് ഇൻ മൈൻഡ്. കണ്ടൻറ്റിൻ്റെ അകത്ത് ഷോർട്ട് ആൻഡ് ഓർഗനൈസ്ഡ് കോപ്പി, അപ്ഡേറ്റ് യുവർ കണ്ടൻറ്റ് റെഗുലർലി, എറർ ഫ്രീ കോപ്പി. യൂസബിലിറ്റിക്കകത്താണെങ്കിൽ സിംപ്ലിസിറ്റി, ഫാസ്റ്റ് ലോഡ് പേജസ്, മിനിമൽ സ്ക്രോൾ, കൺസിസ്റ്റൻറ്റ് ലേഔട്ട്, ഈസി നാവിഗേഷൻ, ക്രോസ് പ്ലാറ്റ്ഫോം, ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി, മൊബൈൽ റെഡി വേർഷൻ. ലാസ്റ്റ് വൺ ഈസ് സ്ക്രീൻ റെസൊല്യൂഷൻ. The remaining 4 features are to be discussed in the next lecture.